വയനാട് വെള്ളമുണ്ടയിലേക്കാണ്. വെള്ളിലാടിയിലെ അരും കൊലയിൽ ഭർത്താവും ഭാര്യയും അറസ്റ്റിലായി. ഉത്തർപ്രദേശ് സഹറാൻപൂർ സ്വദേശികളായ മുഹമ്മദ് ആരിഫ്, ഭാര്യ സൈനബ എന്നിവരാണ് അറസ്റ്റിലായത്. എം കമലുണ്ട് വിശദാംശങ്ങളുമായി. കമൽ, ഇന്നലെ രാത്രി ഇതേ സമയത്ത് നമ്മൾ കേട്ട അരും കൊലപാതകത്തിന്റെ വാർത്തയാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞത് കൊന്ന് കഷ്ണങ്ങളാക്കി ഉപേക്ഷിക്കവേ ഒരാൾ അറസ്റ്റിലായി എന്നുള്ളതായിരുന്നു. ഇപ്പോഴിതാ കൊലയാളിയുടെ ഭാര്യയും പോലീസിന്റെ കസ്റ്റഡിയിലായി എന്നുള്ള വിവരവും വരുന്നുണ്ട്. വിശദാംശങ്ങൾ. അനശ്വര, ഇന്ന് വൈകിട്ടോടെയാണ് മുഹമ്മദ് ആരിഫിന് പുറമെ ഭാര്യ സൈനബിന്റെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അനശ്വര പറഞ്ഞതുപോലെ ഇന്നലെ വൈകിട്ടാണ് വെള്ളമുണ്ടയെ ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ മുഹമ്മദ് ആരിഫ് മറ്റൊരാളെ കൊലപ്പെടുത്തി രണ്ട് കഷ്ണങ്ങളാക്കി ബാഗിലാക്കി ഉപേക്ഷിക്കാൻ ശ്രമിക്കവെയാണ്. അപ്പോൾ ഉപേക്ഷിച്ച് കഴിഞ്ഞ ശേഷമാണ് പോലീസിന്റെ പിടിയിലായത്. ഈ മൃതദേഹം കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവർ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത്. പോലീസ് നടത്തിയ തെരച്ചിലിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ രണ്ട് സ്ഥലത്തു നിന്നായി കണ്ടെത്തി. ആരിഫിനെയും അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മുഹമ്മദ് മുഖീം എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. മുഖീമും ഇവരുടെ അതേ നാട്ടുകാരൻ തന്നെയാണ്. തന്റെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് കൊലപാതകം നടത്തിയതെന്ന ഇന്നലെ തന്നെ മുഹമ്മദ് ആരിഫ് മൊഴി നൽകിയിരുന്നു. ഇന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നത്. അതായത് വെള്ളിലാടിയിലെ ക്വാർട്ടേഴ്സിലേക്ക് ഭാര്യയെ കൊണ്ട് മുഖീമിനെ ഫോണിൽ വിളിച്ച് വരുത്തുകയായിരുന്നു. അതിനുശേഷം കഴുത്തിൽ തോർത്ത് മുറുക്കി കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഭാര്യയുടെ കൂടി ഒത്താശ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പുതിയതായി ഒരു കത്തി വാങ്ങി മൃതദേഹം രണ്ടായി അറുത്തുമാറ്റി രണ്ട് ബാഗുകളിലാക്കുകയായിരുന്നു. മാലിന്യം എന്ന വ്യാജേന ഉപേക്ഷിക്കാനായിരുന്നു പദ്ധതി. മാത്രമല്ല, ഈ വാടക ക്വാർട്ടേഴ്സിൽ രക്തം തളം കെട്ടിയിരുന്നു. അത് തുടച്ച് ശുചീകരിച്ചത് ആരിഫും സൈനബും കൂടി ചേർന്നാണെന്നും പോലീസ് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് ആരിഫിന് പിന്നാലെ ഭാര്യ സൈനബിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അനശ്വര. കമൽ, ഇത്രയും കേട്ടപ്പോൾ ഉണ്ടായ സ്വാഭാവികമായ ഒരു സംശയത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. ഭാര്യയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഒരാളെ കൊല ചെയ്യുന്നത്. ആ സമയത്ത് ഇതിന് കൂട്ടുനിൽക്കുന്നത് കൊലയാളിയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതാണോ, അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? അതോ ഇത് സ്ഥിരീകരിക്കാനാവുന്നുണ്ടോ? എന്താണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത്തരമൊരു സാധ്യത തന്നെയാണ് പോലീസ് പറയുന്നത്. അതായത് ഭാര്യ തന്നെയാണ് ഈ മുഖീമിനെ വിളിച്ചു വരുത്തുന്നത്. ഫോണിൽ വിളിച്ചു വരുത്തുന്നത് ഈ സൈനബ് തന്നെയാണ്. പക്ഷെ ആ സമയത്ത് ഈ മുഖീമിനെ കൊലപ്പെടുത്താനാണ് വിളിച്ചു വരുത്തുന്നതെന്ന് അവർക്ക് അറിയുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ അതിനുശേഷം കൊലപാതകം നടക്കുന്നു. പിന്നീട് തെളിവ് നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ ഈ ഭാര്യ കൂടി മുഹമ്മദ് ആരിഫിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അത് ഭയന്നാണോ ഭീഷണിപ്പെടുത്തിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷെ എന്തായാലും തെളിവ് നശിപ്പിക്കാൻ ഭാര്യ കൂടി കൂട്ടുനിന്നു എന്നുള്ളതാണ് ആ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി, എം കമലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഇടപെടലിലൂടെയാണ് കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതി പിടിയിലായത്. ഇന്നലെ രാത്രി ഈ സമയത്ത് ഇപ്പോഴിതാ അവരുടെ ഭാര്യയെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരമാണ് കമൽ പങ്കുവയ്ക്കുന്നത്.